Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ലോക പരിസ്ഥിതി ദിനത്തിൽ എടക്കര മേഖലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചു. എടക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കരയിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. മരമൊരുക്കാം മഴയൊരുക്കാം പദ്ധതിയുടെ ഭാഗമായാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി സാമൂഹിക വനവൽക്കരണ വകുപ്പുമായി സഹകരിച്ച് വൃക്ഷത്തൈകളുടെ വിതരണവും നടത്തി. ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ.ടി. ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗിന്റെ പ്രസിഡന്റിനെയും ഭാരവാഹികളെയും പ്രത്യേകമായി അഭ്യർത്ഥിക്കുക. നമുക്കറിയാം, നമ്മുടെ നാട് ഇന്ന് മാലിന്യം കൊണ്ട് കലുഷിതമായി വലിയ പ്രയാസം, രോഗങ്ങൾ പെരുകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ജൈവസമ്പത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആവാസ വ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് ഇപ്പോഴും ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഗൾഫ് നാടുകളിലെ പോലെ തുടർന്നുള്ള വർഷങ്ങളിൽ കഠിനമായ ചൂട് താപം നിയന്ത്രിക്കുന്നതിൽ പോലും കഴിയാത്ത സാഹചര്യം വരാനിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ്. യൂത്ത് വിംഗ് പ്രസിഡന്റ് എം ബാസിദ് അധ്യക്ഷത വഹിച്ചു. വൃക്ഷത്തൈകളുടെ വിതരണോദ്ഘാടനം എടക്കര പോലീസ് ഇൻസ്പെക്ടർ എസ് അനീഷ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി, KVVES യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് റഫീഖ്, ജനറൽ സെക്രട്ടറി ടി നാസർ, ട്രഷറർ സജി തോമസ്, യൂത്ത് വിംഗ് മണ്ഡലം പ്രസിഡന്റ് നൌഫൽ റൊസൈസ്, വനിതാ വിംഗ് പ്രസിഡന്റ് സൌദ ബീഗം, മുഹ്സിൻ പാലൊളി, ബിജു നവീൻ, CK ബാബു, സവാദ്, ഷെരീഫ്, ഗദ്ദാഫി എന്നിവർ സംസാരിച്ചു. ബഡ് സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. അതിരുകളില്ലാത്ത ആകാശത്തേക്ക് ജാലകം തുറക്കാം എന്ന പേരിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാലേമാട് ബഡ് സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ.ടി. ജെയിംസ് വൃക്ഷത്തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് റഫീഖ്, ജനറൽ സെക്രട്ടറി ടി നാസർ, സജ്ന, ഹസീന എന്നിവർ സംബന്ധിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ വിദ്യാർത്ഥികളിൽ അവബോധം നൽകുന്നതിനായി പാലേമാട് വിവേകാനന്ദ LP സ്കൂളിൽ പ്രകൃതിക്കൊരു തണൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വോയിസ് ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ലോക പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഹരിത ക്ലബ് അംഗങ്ങൾക്കും SPC കേഡറ്റുകൾക്കുമായി പരിപാടി സംഘടിപ്പിച്ചത്. ക്യാമ്പയിൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു. മരത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിന്റെ പ്രാധാന്യവും പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങളുടെ ദോഷഫലങ്ങളും ഉദ്ഘാടന സന്ദേശത്തിൽ അവർ വിശദീകരിച്ചു. വോയിസ് ക്ലബ് സെക്രട്ടറി അഫ്ഹാസ് അലി അധ്യക്ഷത വഹിച്ചു. HM ലിജി ജോൺ, PTA അംഗം PT ഗയാഫി, ക്ലബ് ഭാരവാഹികളായ KT നിഷാദ്, മനോജ്, അഭിജിത്ത്, ക്രിസ്റ്റോ, അധ്യാപകരായ ഡാർലി ജെയിംസ്, ബിനു ബേബി, ശ്രീലേഖ, ജയകൃഷ്ണൻ, ഹരിത ക്ലബ് ചാർജുള്ള അധ്യാപിക ദിജി പ്രദീപ്, SRG കൺവീനർ ഹരിത കൃഷ്ണൻ, SPC ചുമതല വഹിക്കുന്ന നിസാമുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മൂത്തേടം ഉച്ചക്കുളം കോളനിയിലെ അമൃത് സരോവർ പരിസരം ശുചീകരിക്കുകയും ചെയ്തു. അമൃത് സരോവർ പരിസരത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലമ്പൂർ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ AJ സന്തോഷും ഉച്ചക്കുളം ഊരുമൂപ്പൻ വീരനും സംയുക്തമായി തൈനട്ട് പരിപാടിക്ക് തുടക്കം കുറിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ അമൃത് സരോവർ പരിസരവും എല്ലാ വാർഡുകളും തൊഴിലാളികൾ സന്നദ്ധമായി ശുചീകരിച്ചു. ജോയിന്റ് BDO S സതീഷ്, ബ്ലോക്ക് AE സാജിദ്, ഗ്രാമപഞ്ചായത്ത് തല ഉദ്യോഗസ്ഥരും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ വാർഡുകളിലും സ്കൂളുകളിലും വൃക്ഷത്തൈ നടിയിലും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പ്രധാനാധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.